എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. റേഷൻ അറിയിപ്പാണ്. നാളെയും മറ്റന്നാളും മാത്രമാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഉള്ളത്. എല്ലാ ആളുകളും ഈ 2 ദിവസത്തിനുള്ളിൽ റേഷൻ വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. 2-3 ദിവസം നീട്ടി നൽകിയേക്കാം. എങ്കിലും കഴിഞ്ഞ 2 മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്ത ആളുകളുണ്ട് എങ്കിൽ ഈ മാസം കൂടി വാങ്ങിയിട്ടില്ല എങ്കിൽ മുൻഗണനാ പദവി നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സപ്ലൈകോ വിഹിതങ്ങൾ ഏപ്രിൽ മാസത്തേത് വാങ്ങിയിട്ടില്ല എങ്കിൽ അതിനും ഈ 2 ദിവസത്തോടു കൂടി തീരും. പിന്നെ അടുത്ത മാസത്തേക്ക് കടന്നാൽ അത് അടുത്ത മാസത്തെ വിതരണമാണ് ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. മെയ് 1-ാം തീയതി സാധാരണ എല്ലാ മാസവും 1-ാം തീയതി റേഷൻ കട അവധിയാണ്. മെയ് മാസം 1-ാം തീയതി മെയ് ദിനം ലോക തൊഴിലാളി ദിനം അവധിയാണ്. ആ ഒരു അവധി ദിവസം ഉണ്ട് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി 2 ദിവസം തുടർച്ചയായിട്ട് റേഷൻ വിതരണം ഉണ്ടായാൽ പിന്നെ അടുത്ത ദിവസം അവധിയാണ്. അത് ഈ മാസത്തേത് അടുത്ത മാസത്തേക്ക് നീട്ടി നൽകിയാലും ഇല്ലെങ്കിലും മെയ് 1-ാം തീയതി റേഷൻ കട അവധിയായിരിക്കും. മറ്റൊന്ന്, ഇപ്പോൾ കനത്ത ചൂടാണ് എങ്കിൽ പോലും റേഷൻ വിതരണം പഴയതുപോലെ തന്നെയാണ്. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും ഉച്ചകഴിഞ്ഞ് 4 മണി മുതൽ രാത്രി 7 മണി വരെയുമാണ് റേഷൻ കടകളുടെ പ്രവർത്തന സമയം ഉള്ളത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. റേഷൻ കടയിലേക്ക് പോകുന്ന ആളുകൾ മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകാൻ മറക്കരുത്. കാരണം വിരൽ വെച്ചിട്ട് ശരിയാവുന്നില്ല എങ്കിൽ OTP സ്വീകരിച്ച് റേഷൻ വാങ്ങാവുന്നതാണ്. അവസാന ദിവസമായതിനാൽ കനത്ത തിരക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ റേഷൻ കടയിലെത്താൻ ഒരുപാട് താമസിച്ചു, അതും ഒരു കാരണമാണ്. അപ്പോൾ ഇത്രയും റേഷൻ അറിയിപ്പുകളാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. പിന്നെ മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണ്. അടുത്ത മാസം മസ്റ്ററിങ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ നടപടികളെല്ലാം തുടങ്ങുന്നുണ്ട് എന്നാണ് വിവരം. അപ്പം അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളെല്ലാം ലഭിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ